ചൈന തായ്വാനെ ആക്രമിക്കുമോ അല്ലെങ്കിൽ യുദ്ധം കൂടാതെ തന്നെ കീഴ്പ്പെടുത്തുമോ? ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം അതാണ്. തായ്വാനിലെ ഒരു പ്രതിപക്ഷ നേതാവ് അടുത്തിടെ ചൈന സന്ദർശിച്ചു. സാധാരണ രാഷ്ട്രീയ സന്ദർശനം പോലെ അല്ലായിരുന്നു. എന്തുകൊണ്ട് ഈ സന്ദർശനം നിർണായകമാകുന്നു? പാർട്ട് 1. ദ ഹിഡൻ സ്ട്രാറ്റജി. ചൈന തായ്വാനെ നേരിട്ട് ആക്രമിക്കാൻ മാത്രമല്ല ശ്രമിക്കുന്നത്, അവർ മറ്റൊരു വഴിയും ഉപയോഗിക്കുന്നു. ഒരു വശത്ത് സൈനിക സമ്മർദ്ദം, മറ്റൊരു വശത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം. തായ്വാനിലെ ബിസിനസ് ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ നേതാക്കൾ, ചൈനയോട് തുറന്ന മനസ്സുള്ളവരെ അവർ അടുപ്പിക്കുന്നു. പാർട്ട് 2. വൈ ദ വിസിറ്റ് മാറ്റേഴ്സ്. പ്രതിപക്ഷ നേതാവ് ചെങ് ലീ വുനിന്റെ സന്ദർശനം ചൈന വളരെ ശ്രദ്ധാപൂർവം അവതരിപ്പിച്ചു. തായ്വാനിലെ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാവ് ഒരു പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി നടത്തുന്ന ചൈനീസ് സന്ദർശനമായിരുന്നു ഇത്. അത് ഒരു സൗഹൃദ സന്ദർശനം മാത്രമല്ലായിരുന്നു. തായ്വാനിലെ ഭാവി നേതാവായി അവരെ അവതരിപ്പിക്കാൻ ചൈന ശ്രമിച്ചു. അതിനാലാണ് ഈ സന്ദർശനം പ്രധാനമാകുന്നത്. പാർട്ട് 3. വാർ ഈസ് സ്റ്റിൽ റിയൽ. അതേസമയം സൈനിക സമ്മർദ്ദം കൂടുകയാണ്. തായ്വാനെ ചുറ്റിപ്പറ്റി വൻ യുദ്ധാഭ്യാസങ്ങൾ, പോർട്ട് ബ്ലോക്കേഡ് പരിശീലനങ്ങൾ. ചില വിലയിരുത്തലുകൾ പറയുന്നത് 2027ഓടെ ചൈന തായ്വാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന്. പാർട്ട് 4. ഹൗ ചൈന കുഡ് ആക്ട്. ഒരു നേരിട്ടുള്ള കടലാക്രമണം അപകടകരമാണ്. അതിനാൽ കൂടുതൽ സാധ്യതയുള്ളത് കടൽ ഉപരോധം, വ്യാപാരം തടയുക, അല്ലെങ്കിൽ വലിയ സൈബർ ആക്രമണം. ഇതൊരു സൈനിക പോരാട്ടം മാത്രമല്ല, സ്വാധീനത്തിനായുള്ള പോരാട്ടമാണ്. അപ്പോൾ ചോദ്യം, ചൈന തായ്വാനെ യുദ്ധമില്ലാതെ തന്നെ കീഴ്പ്പെടുത്തുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.